വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ അച്ഛൻ റഹീം നാട്ടിലെത്തി. ഏതായാലും ഈ കൊലപാതകത്തിന് കാരണം കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് കടക്കുകയാണ്. ഏതായാലും റഹീം ആശുപത്രിയിലെത്തി ഭാര്യ ഷമീനയെ കണ്ടു. ദമാമിൽ നിന്നും രാവിലെ 7:45 റഹീം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. ഇഖാമ കാലാവധി കഴിഞ്ഞതോടെ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതിരുന്ന റഹീമിന് സാമൂഹ്യ പ്രവർത്തകരുടെ അടക്കം ഇടപെടലാണ് യാത്ര സാധ്യമായത്. ഇന്ന് ഷമീനയുടെയും മൊഴിയെടുക്കും. വി വിനോദ് ചേരുന്നു. വിനോദ, സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഈ കൊലപാതക പരമ്പരയ്ക്ക് കാരണം, ഇത്രയും വലിയ തുക എന്ന് തന്നെയാണോ സ്ഥിരീകരിക്കപ്പെടുന്നത്? അപർണ, ഇപ്പോൾ ഈ പിതാവ് അഫ്സാന്റെ പിതാവ് ഖബറടക്കിയ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഓരോ ഖബറടത്തിന് മുന്നിലും അദ്ദേഹം വിങ്ങിപ്പൊട്ടുന്ന ഒരു കാഴ്ച തന്നെയാണ്. അബ്ദുൾ റഹീമിന്റെ ഒരു വേദന അത് ഈ ബന്ധുക്കൾക്കും ഇവിടെയുള്ള ഈ പള്ളിയുടെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ, നാട്ടുകാർ, ഇവർക്കാർക്കും തന്നെ താങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. ഓരോ വ്യക്തിയും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്. അവിടെയും വികാര നിർഭരമായ രംഗങ്ങളായിരുന്നു. അദ്ദേഹം വന്നപ്പോൾ വാവിട്ട് നിലവിളിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ ഇളയ മകന്റെ ഖബറിന്റെ മുന്നിൽ അദ്ദേഹത്തിന് നിയന്ത്രണം വിട്ടുപോകുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായി. അദ്ദേഹത്തിന്റെ ഇളയ മകൻ അഫ്സാന്റെ ഖബറിന് മുന്നിൽ അദ്ദേഹം വളരെ തളർന്നു പോകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവ്, സഹോദരന്റെ ഭാര്യ, ഈ തരത്തിൽ 4 ഖബറിടങ്ങൾ, 4 പേരുടെ ഖബറിടങ്ങൾ ഇവിടെയാണ്. അഫ്സാന്റെ കാമുകിയെ മറ്റു ഇടത്താണ് അവരുടെ സംസ്കാര ചടങ്ങ് നടത്തിയത്. ഇപ്പോൾ ഇവിടെ 4 പേരുടെ ഈ ഖബറിലും പ്രാർത്ഥന ശേഷം ഇവിടുത്തെ പള്ളിയുടെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അവർ തിരികെ മടങ്ങുകയാണ്. ഒരുപക്ഷെ ഒരു മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ നൊമ്പരം തന്നെയാണ്. 8 വർഷത്തോളം നാട്ടിലെത്താതെ നിന്ന ആളാണ്. അദ്ദേഹത്തിന് സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് തീർത്ത് നാട്ടിലേക്ക് മടങ്ങണം എന്ന ആഗ്രഹമായിരുന്നു. നാട്ടിലെ വീട് വിൽപ്പന നടത്തി ഈ ബുദ്ധിമുട്ടുകൾ, ഈ സാമ്പത്തികമായ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കണമെന്ന ഒരു ചിന്തയിലായിരുന്നു അദ്ദേഹം. അപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ദാരുണമായ സംഭവം, അദ്ദേഹത്തിന്റെ മകൻ തന്നെ കുടുംബാംഗങ്ങളെ 4 പേരെയും കാമുകിയെയും ഒക്കെയും ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു സാഹചര്യത്തിലേക്ക് പോയത്. ചെറുപ്പക്കാരൻ എന്ത് സംഭവിച്ചു എന്നത് തന്നെയാണ് പ്രധാനമായും ഉയരുന്ന ഒരു കാര്യം. സാമ്പത്തിക പ്രശ്നങ്ങൾ, അതിനപ്പുറത്തേക്ക് ഈ വൈരാഗ്യം, സാമ്പത്തികമായി പ്രതിസന്ധി ഉണ്ടായിരുന്നപ്പോഴും സഹായിച്ചില്ല എന്നൊക്കെയുള്ള ചിന്ത, ഇതെല്ലാം തന്നെ അതിനപ്പുറത്തേക്ക് ഈ കൊലപാതകം നടത്തിയ ദിവസം പോലും മദ്യപിക്കാൻ പോയി, ബാറിൽ പോയി എന്ന രീതി, ദുശീലങ്ങളുടെ ഒരു കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അത് ഏത് തരത്തിലുള്ള ലഹരി വസ്തുവാണ് ഉപയോഗിച്ചത്, അത് സംബന്ധിച്ച പരിശോധന നടന്നിരുന്നു. അതിന്റെ പരിശോധനാ ഫലം ഒരുപക്ഷെ ഇന്ന് തന്നെ വരുമെന്നാണ് കരുതുന്നത്. ഇത് ഹൃദയഭേദകമായ ഒരു കാഴ്ച തന്നെയാണ്. ഒരു നാടിനൊന്നാകെ താങ്ങാൻ കഴിയാത്ത, തീർത്തും നാട്ടിൻപുറമാണ്. ഈ നാട്ടിൻപുറത്തെ ആളുകൾ അവർ അത് ശബ്ദമായി തന്നെ നിൽക്കുന്നു. കാരണം ശബ്ദരാണ്. ഈ ഒരു സംഭവം ഉണ്ടായി അതിന്റെ ഞെട്ടലിൽ നിന്ന് അവർക്ക് മുക്തരാകാൻ കഴിയുന്നില്ല. സാധാരണ കൊലപാതകം, പ്രകോപനത്തിലുണ്ടാകുന്ന കൊലപാതകം എന്നതിനപ്പുറത്ത് 3 ഇടങ്ങളിലായി 5 പേരെ കൊലപ്പെടുത്തുക, മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 6 മണിക്കൂർ കൊണ്ടാണ് ഈ 5 കൊലപാതകങ്ങൾ ഒരു 23 വയസ്സുകാരൻ നടത്തുന്നത്. ആ തരത്തിലുള്ള ഒരു സംഭവം, അദ്ദേഹത്തിന്റെ കുടുംബം താറുമാറായി പോയിരിക്കുന്നു. അതിന്റെ ഒരു വേദന തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ കണ്ണീരിൽ കാണാൻ കഴിയുന്നതും. അപർണ, ഈ സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച് ഈ പറയുന്ന വലിയ തുക അതൊക്കെ തന്നെയാണോ റഹീമും സ്ഥിരീകരിക്കുന്നത്? അപ്പോഴും അങ്ങനെ റഹീം ഇത് പരിഹരിക്കാമെന്ന് പറയുന്നിടത്ത് ഈ സ്ഥിരം നിരന്തരമുള്ള കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് താൻ ഈ വലിയൊരു കൊലപാതക പരമ്പരയിലേക്ക് കടന്നു എന്ന് അഫാൻ പറയുന്നതിനെ അത് മുഖവിലക്കെടുക്കാവുന്ന ഒരവസ്ഥയിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ, അല്ലേ? തീർച്ചയായും അതിൽ കൂടുതൽ വിശദീകരണങ്ങൾ വരേണ്ടതുണ്ട്. അല്ലെങ്കിൽ വിശദാംശങ്ങൾ, ഈ മൊഴി കൂടുതൽ കാര്യമായി പരിശോധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, അതിൽ സാമ്പത്തിക വിഷയങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ കൊലപാതകം നടത്തി, പലയിടങ്ങളിൽ കൊലപാതകം നടത്തി വീട്ടിലേക്ക് കാമുകിയെ വിളിച്ചു വരുത്തിയ ശേഷം കാമുകിയോട് തന്നെ ഈ വിവരം പറയുന്നു. താൻ പലരെയും കൊലപ്പെടുത്തി എന്ന കാര്യം പറഞ്ഞു എന്ന മൊഴിയാണ് ഏറ്റവും ഒടുവിലായി കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇതെല്ലാം തന്നെ പരിശോധിക്കണം. ലത്തീഫിന്റെ ഭാര്യ, അതായത് അച്ഛന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത്, അവർ ഈ കൊലപാതകം കണ്ടു, ലത്തീഫിനെ കൊലപ്പെടുത്തുന്നത് കണ്ടു. അത് അവർ ആരോടെങ്കിലും പറയും എന്ന ഒരു ഭയപ്പാട് കൊണ്ടാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയതെന്ന മൊഴിയാണ് ഏറ്റവും ഒടുവിൽ നൽകിയത്. എന്നാൽ അവിടെയും ചില സംശയങ്ങൾ ബാക്കിയാകുന്നുണ്ട്. കാരണം അങ്ങനെ പറയുമ്പോൾ തന്നെ
ഈ പ്രതി നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ തീരുമാനിച്ച പ്രതി എന്തുകൊണ്ട് ഒരാൾ കണ്ടു എന്ന ഒരു സാഹചര്യം കൊണ്ട് മാത്രം ആ ആളെ കൂടി കൊലപ്പെടുത്തുമെന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. ഏതായിരുന്നാലും ഇതിലെ മൊഴികൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഇതിലൊരു നിഗമനത്തിലേക്ക്, ഏറ്റവും ഒടുവിലത്തെ ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിയൂ. പക്ഷേ ഏറ്റവും വിഷമകരമായ, ഏറ്റവും സങ്കടമുണ്ടാക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നിപ്പോൾ കാണാൻ കഴിയുന്നത്. ഒരു മനുഷ്യൻ 8 വർഷത്തിന് ശേഷം പ്രവാസ ലോകത്ത് നിന്ന് സ്വന്തം വീട്ടിലേക്ക് എത്തുമ്പോൾ ആ കുടുംബം ഛിന്നഭിന്നമായി പോയ മകൻ ഭാര്യയെ ആക്രമിക്കുന്നു, അമ്മയെ കൊല്ലുന്നു, ഇളയ സഹോദരനെ കൊലപ്പെടുത്തുന്നു, ജ്യേഷ്ഠനെ കൊലപ്പെടുത്തുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊലപ്പെടുത്തുന്നു, മകൻ സ്നേഹിച്ച പെൺകുട്ടിയെ കൊലപ്പെടുത്തുന്നു. ആ തരത്തിൽ ഒരു പിതാവ്, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പോലും കഴിയാത്ത തരത്തിൽ അദ്ദേഹം വിങ്ങിപ്പൊട്ടുന്ന ഒരു കാഴ്ച തന്നെയാണ്. അദ്ദേഹം ഇവിടെ വാഹനത്തിൽ വന്നിറങ്ങുമ്പോൾ തൊട്ടടുത്താണ് അദ്ദേഹത്തിന്റെ സഹോദരി താമസിക്കുന്നത്. ആ സഹോദരിയെ കെട്ടിപ്പിടിച്ച് അദ്ദേഹം ഏറെ നേരം കരയുകയായിരുന്നു. അവർക്കിടയിൽ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ വളരെ വികാരപരമായ ഒരു ഘട്ടം തന്നെയാണ്. ഒരുപക്ഷെ ആ മനുഷ്യൻ ഇതിൽ നിന്ന് ഇനി മോചിതനാകാൻ എത്ര കാലം വേണ്ടിവരും? അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ നൊമ്പരമായി ഈ ഒരു കൊലപാതകങ്ങൾ മാറി എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ നിന്ന്. അദ്ദേഹം പൂർണ്ണമായും ഒരു മനുഷ്യൻ ഈ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാതെ നിൽക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ മനോനില മാറിയതായി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന. അദ്ദേഹം ഓരോ ഖബറിന് മുന്നിലും പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യം ഓരോരുത്തരുടെ മുഖവും അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്നുണ്ടാകാം. ഒരുപക്ഷെ അദ്ദേഹം ഏറ്റവും കൂടുതൽ വിങ്ങിപ്പൊട്ടിയത് ഇളയ മകന്റെ ഖബറിന് മുന്നിലാണ്. അത്തരത്തിൽ വലിയ വേദനിപ്പിക്കുന്ന ഒരു രംഗം തന്നെയാണ് ഇവിടെ ഉള്ളത്. അപർണ, പഞ്ഞാറമൂട് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് അഫാന്റെ പിതാവ് റഹീം നാട്ടിലെത്തി ഖബറിടങ്ങൾ ഖബറിടങ്ങളിൽ എത്തിയിരിക്കുകയാണ്. വളരെ ആദ്യം പോയത് ആശുപത്രിയിൽ കഴിയുന്ന ഭാര്യ ഷമീനെ കാണാനാണ്. അവരിപ്പോഴും ആരോഗ്യനില ഭേദമായിട്ടില്ല. 7 വർഷത്തിന് ശേഷം നാട്ടിലെത്തുമ്പോൾ കുടുംബം ഒന്നടങ്കമില്ലാതായ ഒരു സാഹചര്യം. നാട്ടുകാർ പോലും ഇതേത് തരത്തിലാണ്, എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്നറിയാത്ത രീതിയിൽ മൂത്ത മകൻ ഈ കൊലപാതകങ്ങളെല്ലാം നടത്തി. അത് പോലീസ് സ്റ്റേഷനിൽ ഏറ്റുപറഞ്ഞ് മൂത്ത മകൻ കേസന്വേഷണത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. സാമ്പത്തിക ബാധ്യതകൾ തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളൊരു സ്ഥിരീകരണം കൂടിയാണ് വരുന്നത്. റഹീമിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. വിനോദാണ് വിവരങ്ങൾ നൽകിയത്.